16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോഴിക്കോട് ജില്ലയിൽ 1883 ബൂത്തുകൾ. പ്രവാസി വോട്ടിൽ വടകര സംസ്ഥാനത്ത് ഒന്നാമത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും കാലിക്കറ്റ് ടവറിൽ യാത്രയയപ്പ് നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോഴിക്കോട് ജില്ലയിൽ 1883 ബൂത്തുകൾ. ജില്ലയിലെ 3 പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിതം. വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നു. പ്രവാസി വോട്ടിൽ വടകര സംസ്ഥാനത്ത് ഒന്നാമത്. 1883 ബൂത്തുകളുള്ള കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിലെ ചെറുകുളത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ 1592 വോട്ടർമാരാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഇവിടെയാണ്. 1591 വോട്ടർമാരുള്ള എലത്തൂർ മണ്ഡലത്തിലെ തലക്കുളത്തൂർ ശ്രീകൃഷ്ണ സഹായം ALP സ്കൂളിലെ ബൂത്താണ് തൊട്ടടുത്തത്. കുറഞ്ഞ വോട്ടുള്ള ബൂത്തും കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിലാണ്. കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലായി 2047 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ജില്ലയിൽ 104 ബൂത്തുകളാണ് പ്രശ്നസാധ്യതാ പട്ടികയിലുള്ളത്. അതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ 3 ബൂത്തുകൾ അതീവ പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളായതിനാൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 13,000 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലേക്ക് 2500 വോട്ടിംഗ് യന്ത്രങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്. 16 ബട്ടണുകളാണ് ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ ഉണ്ടാവുക. 23 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയ കോഴിക്കോട് മണ്ഡലത്തിൽ ശേഷിക്കുന്നത് 13 പേർ മാത്രമാണെന്നതിനാൽ ഒരു വോട്ടിംഗ് യന്ത്രം മതിയാവും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലെ ഡ്രൈവർമാരടക്കമുള്ള സ്വകാര്യ ജീവനക്കാർക്കും തപാൽ വോട്ടിന് അവസരമൊരുക്കിയിട്ടുണ്ട്. മാർച്ച് 10 വരെ ഓൺലൈനായി പേര് ചേർത്ത എല്ലാവരെയും ഉൾപ്പെടുത്തിയ വോട്ടർ പട്ടികയും തയ്യാറായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ 21 പ്രധാന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കോഴിക്കോട് ടവറിൽ നടന്ന ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ല യാത്രയയപ്പ് നൽകി. കോഴിക്കോട് ടവറിൽ വെച്ച് നടന്ന യാത്രയയപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകരായ ചന്ദ്രൻ KM, KP സത്യൻ, വിജയകുമാരി, അരവിന്ദാക്ഷൻ, V സുമ, വിമല K, ഗോപിനാഥൻ P തുടങ്ങിയ 21 അധ്യാപകരാണ് കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ വിരമിക്കുന്നവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഉഷാദേവി, MP ജോർജ്, പ്രസന്നകുമാരി, വനജ, K കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുതിരവട്ടം പൊറ്റമ്മൽ യൂണിറ്റ് വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മാറിവരുന്ന ജീവിതശൈലികളും പരമ്പരാഗത ഭക്ഷണ സമ്പ്രദായങ്ങളിൽ വരുന്ന മാറ്റങ്ങളും നമ്മളറിയാതെ നമ്മെ കീഴ്പ്പെടുത്തുന്ന പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളെ ചികിത്സിപ്പിക്കുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുതിരവട്ടം പൊറ്റമ്മൽ യൂണിറ്റ് വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച കോഴിക്കോട് പൊറ്റമ്മൽ വ്യാപാര ഭവനിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗ നിർണയ ക്യാമ്പും നേത്രദാന ക്യാമ്പും കൂടാതെ മരണാനന്തരം ശരീരദാന സമ്മതപത്രം കൈമാറുകയും ചെയ്തു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. TM ഗണേശൻ, ഉപേന്ദ്രൻ, K സേതുമാധവൻ, ഹരിദാസ്, KC രാജീവ്, A വാസു, K വസുദത്തൻ, CV സുരേഷ്, KP മൊയ്തീൻ കോയ, സുഷൻ പൊറ്റക്കാട്, P അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ പഠിതാക്കൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനമേള നടത്തി. പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ് വിപണനമേളയിൽ അണിനിരന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം മേള ഉദ്ഘാടനം ചെയ്തു. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ പട്ടികജാതി വിദ്യാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനു സമീപമുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടക്കുന്നത്. സ്വയം തൊഴിൽ എന്ന ആശയം മനസ്സിൽ കണ്ട് പഠിതാക്കൾക്ക് ട്രെയിനിംഗ് നൽകുകയും ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന തുക തുടർ പദ്ധതിക്ക് വിനിയോഗിക്കുകയും ചെയ്യും. പ്രോജക്ടിന്റെ ഭാഗമായി 35 പേരടങ്ങുന്ന 7 ഗ്രൂപ്പുകളായാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയത്. ഡിസൈനർ സാരികൾ, ചുരിദാർ ടോപ്പ്, ഡിസൈനർ ബെഡ്ഷീറ്റ്,
ആഭരണങ്ങൾ, LED ബൾബുകൾ, ഡെക്കോപാഷ്, ഹാൻഡ്മെയ്ഡ് സോപ്പുകൾ, കുടകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിൽ അണിനിരന്നത്. LED ബൾബുകൾ തയ്യാറാക്കിയത് ഇലക്ട്രിക്കൽ ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. വ്യാഴാഴ്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുറഹ്മാൻ, സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ K. ശ്രീധരൻ, K. വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾക്കും ശബ്ദമലിനീകരണത്തിനുമെതിരെ ശ്രീ കാർത്തിക ക്ഷേമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മലബാറിലെ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബുധനാഴ്ച കിഡ്സൺ കോർണറിൽ രാവിലെ ആരംഭിച്ച പ്രതിഷേധ കൂട്ടായ്മ RTO രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. ശ്രീ കാർത്തിക ക്ഷേമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചുവരുന്ന വാഹന അപകടങ്ങൾക്കും ശബ്ദമലിനീകരണത്തിനുമെതിരെ പ്രതിഷേധ കൂട്ടായ്മയും നിരാഹാര സമരവും സംഘടിപ്പിച്ചു. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച ചടങ്ങ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സതീഷ് ചേവായൂർ പ്രതീകാത്മകമായി മുറിവേറ്റ് ചോരവാർന്ന ശരീരവുമായി നിരാഹാരം കിടന്നു. വൈകിട്ട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ ബരദൂർ സമരനായകന് നാരങ്ങനീര് നൽകിക്കൊണ്ട് ആശംസകൾ അർപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മയിൽ അജയകുമാർ, ലതീഷ് കണ്ണൂർ, KP രവി, തായാട്ടുബാലൻ, ഡോക്ടർ K. മൊയ്തു, EP ബാബുരാജ്, സീരിയൽ നടൻ നൌഷാദ് തുടങ്ങിയവർ സമരവേദിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് അസോസിയേഷൻ ഓഫ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ ദേശീയ സെമിനാറും ഷോർട്ട് ഫിലിം പ്രദർശനവും നടത്തി. വ്യാഴാഴ്ച വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ ദേശീയ സെമിനാറും ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് 12 വർഷമായി നടത്തിവരുന്ന പരിപാടി ഈ വർഷം വിസ്റ്റ 14 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് യുനിഡോയിലെ മുൻ ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്ന ഡോക്ടർ VKS മേനോനാണ്. ബുധനാഴ്ച വൈകിട്ട് യങ് കട്സ് എന്ന പേരിലുള്ള ഷോർട്ട് ഫിലിം പ്രദർശനത്തിൽ 6 ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കും. 30 എൻട്രികൾ വന്നതിൽ മികച്ച 6 എണ്ണമാണ് പ്രദർശിപ്പിക്കുക. ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് 15,000 രൂപയും രണ്ടാം സമ്മാനം കരസ്ഥമാക്കുന്നവർക്ക് 10,000 രൂപയും സമ്മാനമായി നൽകും. രാവിലെ വാല്യൂ ഇന്നൊവേഷൻ എന്ന വിഷയത്തിൽ കോഴിക്കോട് IIMKയിലെ പ്രൊഫസറായ ഡോക്ടർ ആനന്ദക്കുട്ടൻ സെമിനാർ എടുത്തു. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MA ജോസഫ്, KP രാജേന്ദ്രൻ, വിപിൻ V, നീതു മാത്യു, P മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി ബോബി ചെമ്മണ്ണൂർ നയിക്കുന്ന മാരത്തണിന് നഗരത്തിൽ വൻ സ്വീകരണം. കാസർകോട് നിന്നും ആരംഭിച്ച മാരത്തണിന് ചെറുവണ്ണൂരിൽ നാട്ടുകാർ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ആയിരങ്ങളാണ് ബോബിക്കൊപ്പം ചൊവ്വാഴ്ച നടന്ന മാരത്തണിൽ പങ്കാളികളായത്. കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ 3ാം ദിനമായ ചൊവ്വാഴ്ച പുതിയ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാരത്തണിന് ചെറുവണ്ണൂരിൽ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ചെറുവണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷനുകളും ക്ലബ്ബുകളും നാട്ടുകാരും സംയുക്തമായി ഉജ്ജ്വല വരവേൽപ്പ് നൽകി. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് മെൽവിൻ ക്ലാരമെന്റ്, കൃഷ്ണൻ, ലത്തീഫ്, സുരേന്ദ്രൻ മാസ്റ്റർ, ബാബു മാനാരി, സുരേഷ് യോഗി മഠത്തിൽ, ചെറുവണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് CPM ഉമ്മർ കോയ, ഷഫ്നാസ് അലി, ശ്രീജ ഹരീഷ്, ബാബു, യങ്സ്റ്റേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് എഡ്വിൻ പോൾ മണിയമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വലിയ രക്തബാങ്ക് രൂപീകരിക്കാനായി നടത്തുന്ന മാരത്തൺ പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രക്തബാങ്ക് സ്ഥാപിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. ചെറുവണ്ണൂരിൽ നാട്ടുകാർ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ജീവിതത്തിൽ അശരണർക്കും അസുഖം ബാധിച്ചവർക്കും സഹായം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ 600 കിലോമീറ്റർ ദൂരമാണ് ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ബാങ്കിന്റെ പ്രചാരണാർത്ഥം മാരത്തൺ നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം മാരത്തൺ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ശമ്പള കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുക, ചെയർമാനെ പുറത്താക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. 10ാം ശമ്പള കമ്മീഷന്റെ ഘടനയും റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ചെയർമാനായി നിയോഗിച്ചതിലെ അനൌചിത്യവും നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറാവാത്തതിലും ഓഫീസുകൾ അടച്ചുപൂട്ടി ജീവനക്കാരുടെ എണ്ണം കുറച്ചുമുള്ള ഭരണപരിഷ്കരണത്തിനുമെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് NGO യൂണിയൻ സെക്രട്ടറി A. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കുക, ചെയർമാനെ പുറത്താക്കുക, ശമ്പള പരിഷ്കരണം ഉറപ്പുവരുത്തുക, ടേംസ് ഓഫ് റെഫറൻസ് സംഘടനകളുമായി ചർച്ച ചെയ്യുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി വ്യാപകമാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 2013 ഏപ്രിൽ മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കും നിർവചിക്കപ്പെട്ട പെൻഷൻ 10% കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ചൊവ്വാഴ്ച നടന്ന മാർച്ചിൽ P. സതീശൻ മാസ്റ്റർ, M. മുരളീധരൻ, അംബിക ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ വീട്ടമ്മമാരുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു.
ലളിതകലാ അക്കാദമിയുടെ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനൊരുക്കിയിട്ടുള്ളത്. പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. വീട്ടുകാര്യങ്ങളോട് തൽക്കാലം വിട പറഞ്ഞ് കരിയും പുകയും ചിത്രമെഴുതിയ അടുക്കളയിൽ നിന്നെത്തിയ വീട്ടമ്മമാരാണ് ആർട്ട് ഗാലറിയിലെ ചിത്ര പ്രദർശനം ഒരുക്കിയത്. പെയിന്റിംഗ് ബ്രഷ് കയ്യിലെടുത്തപ്പോൾ മനസ്സിൽ അടക്കിവെച്ച സ്വപ്നങ്ങളും ഭാവനകളും ചിത്രങ്ങളായി. കരിമ്പിൻ തോട്ടത്തിലെ കുട്ടികൾ, നിശാഗന്ധിപ്പൂക്കൾ, തിരമാലകളായി മാറുന്ന മയിൽപീലികൾക്കിടയിൽ തെളിഞ്ഞുവരുന്ന പെൺകുട്ടിയുടെ മുഖവുമായി നീലാംബരി, കൂടാതെ വെയിൽ ചാഞ്ഞ മലയോരം നേച്ചർ എന്ന പേരിലും കൈലാസയാത്രയുടെ ഓർമ്മകൾ ലാൻഡ്സ്കേപ്പ് എന്ന പേരിലും ചിത്രകാരികൾ പകർത്തി. വിപത്തുകൾ ചൂണ്ടിക്കാട്ടുന്ന അകലങ്ങളിൽ പൊലിയുന്ന സ്ത്രീജന്മങ്ങൾ, വേൾഡ് ടുഡേ, ഹൌസ് വൈഫ്സ് എന്നീ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. 2012 സെപ്റ്റംബറിൽ നടന്ന ലളിതകലാ അക്കാദമിയുടെ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനൊരുക്കിയിട്ടുള്ളത്. ലേഖ വിശ്വനാഥ്, ലതാ മധുസൂദനൻ, രമണിക്കുട്ടിയമ്മ, മേരി ആന്റണി, പി ജയന്തി, MS നിഷ തുടങ്ങി കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 21 ചിത്രകാരികളുടെ രചനകളാണ് ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 5 തവണ നിസ്കാര സമയങ്ങളിൽ വിടരുന്ന പുഷ്പം അത്ഭുതമാകുന്നു. അസർബൈജാൻ എന്ന പുഷ്പമാണ് പള്ളികളിൽ നിന്നുയരുന്ന ബാങ്ക് വിളിക്കൊപ്പം വിടർന്ന് വിസ്മയമാകുന്നത്. ന്യൂയോർക്കിൽ നിന്നുള്ള ഈ കാഴ്ച വിശ്വാസികളിൽ പുത്തനുണർവാണ് സമ്മാനിക്കുന്നത്. CNN പുറത്തുവിട്ട ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ഇസ്ലാമിന്റെ മഹത്വമോതുന്ന അസർബൈജാൻ പുഷ്പങ്ങളാണ് അത്ഭുതം തീർക്കുന്നത്. ദിവസത്തിൽ 5 നേരമാണ് ഈ പൂവ് വിടരുക. എന്നാൽ കൗതുകം ഇതല്ല. പള്ളികളിൽ നിന്നുയരുന്ന ബാങ്ക് വിളിക്കൊപ്പമാണ് പൂവ് വിടരുന്നത്. പ്രമുഖ വാർത്താ ചാനലായ CNN ആണ് ഈ പുഷ്പങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ചാനലിന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നെങ്കിലും വിശ്വാസയോഗ്യമല്ലെന്ന നിലപാടിലായിരുന്നു. പക്ഷേ അസർബൈജാൻ പുഷ്പങ്ങളെക്കുറിച്ച് സത്യമറിയുവാൻ CNN ഒരു സംഘത്തെ തന്നെ അയക്കുകയും വിവരങ്ങൾ സത്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഈ പുഷ്പങ്ങൾ വിരിയുന്നതിന്റെ വീഡിയോയും CNN ആണ് പുറത്തുവിട്ടത്. ഏതായാലും വിശ്വാസമോ അവിശ്വാസമോ എന്തെങ്കിലും ആവട്ടെ, യൂട്യൂബിൽ അസർബൈജാൻ പുഷ്പങ്ങൾ അത്ഭുതം തീർക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് നിത്യേന ഈ വീഡിയോ സന്ദർശിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കോഴിക്കോട് വിഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോഴിക്കോട് ജില്ലയിൽ 1883 ബൂത്തുകൾ. പ്രവാസി വോട്ടിൽ വടകര സംസ്ഥാനത്ത് ഒന്നാമത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും കാലിക്കറ്റ് ടവറിൽ യാത്രയയപ്പ് നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.